എല്ലാവർക്കും നമസ്കാരം. 2025 മക്കളെ കൊണ്ട് ഭാഗ്യം അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്ന കുറച്ച് അമ്മ നക്ഷത്രങ്ങളുണ്ട്. ഈ നക്ഷത്ര ജാതകർക്ക് മക്കളുടെ ഉയർച്ച കണ്ട് സന്തോഷിക്കാൻ കഴിയും. ഇവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ മക്കളുമാരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന വർഷം തന്നെയായിരിക്കും 2025. ഒരുപക്ഷെ ഈ നക്ഷത്ര ജാതകരുടെ മക്കൾക്ക് വളരെയേറെ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. കാലങ്ങളായി ആഗ്രഹിച്ച ഒരുപക്ഷെ ഒരു ഗവൺമെന്റ് ജോലി ലഭിക്കുന്നതാകാം, അതല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോകുന്നതാകാം, അതല്ലെങ്കിൽ പഠനത്തിൽ മികവ് പുലർത്തുന്നതാകാം. ഏതു വിധേനയും ഈ അമ്മമാർക്ക് ഒരു വലിയ യോഗം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരും. ഈ മക്കളുമാർക്ക് അത് കണ്ട് ആ അമ്മമാർക്ക് സന്തോഷം വന്നു ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ ഈ മക്കളുമാർക്ക് കഴിയും. വളരെയേറെ പ്രശസ്തിയും പ്രതാപവും ധനലാഭവും ഒക്കെ വന്നു ചേരും. ആ ഭാഗ്യമുള്ള എല്ലാ രീതിയിലും യോഗങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന അമ്മ നക്ഷത്ര ജാതകരെ നമുക്കറിയാം. ഈ അമ്മമാർക്ക് മക്കളുടെ സുഖാനുഭവങ്ങൾ കണ്ട് 2025 സൗഭാഗ്യ സമ്പന്നതയിൽ നല്ല സന്തോഷത്തോടുകൂടി മനസ്സ് നിറഞ്ഞു ജീവിക്കാൻ സാധ്യമാകും. ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അഭിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. കുടുംബൈശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും അമ്മ പൊന്നു തമ്പുരാട്ടി മുത്തുമാരി അമ്മയോട് പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. 2025 ഈ അമ്മ നക്ഷത്ര ജാതകർക്ക് വളരെയേറെ നേട്ടമായിരിക്കും. ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും. ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധിക്കും. വെള്ളി ചൊവ്വ ദിനങ്ങളിൽ അമ്മ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും തന്നാൽ അത് കുറിച്ചെടുത്ത് പ്രാർത്ഥന നടത്തും, പൂജ ചെയ്യും. നിങ്ങളുടെ ആഗ്രഹ സാഫല്യങ്ങളൊക്കെ നടക്കുന്നതായി അറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അമ്മ മാരിയമ്മയോട് പ്രാർത്ഥിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറ്റിയെടുക്കും. ഈ അമ്മ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച അമ്മമാർക്ക് സന്തോഷിക്കാൻ വക നൽകും മക്കളുമാർ. അത് ഏത് നക്ഷത്ര ജാതകരാണെങ്കിലും അശ്വതി നക്ഷത്ര ജാതകരായ അമ്മമാർക്ക് മക്കളെ കൊണ്ട് വലിയ പ്രതീക്ഷകൾ പൂവണിയുന്ന സമയമാണ്. മക്കളുമാർ നല്ല നിലയിലെത്തും. മക്കളുമാരുടെ പേരിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പാൽപ്പായസം നടത്തുക, അതൊക്കെ മക്കളുമാർക്ക് ഭാഗ്യം വന്നു ചേരും. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കൂടി നടത്തുക, അതൊക്കെ ആ മക്കളുമാർക്ക് ഉയർച്ച വന്നു ചേരും. ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങളൊക്കെ മാറി ഒരുപാട് ഉയർച്ചയിലേക്കും നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഒക്കെ എത്തിച്ചേരും. രണ്ടാമത്തെ അമ്മ നക്ഷത്രം രോഹിണിയാണ്. മക്കളെ കൊണ്ട് സൗഭാഗ്യം അനുഭവിക്കാനുള്ള ഒരു യോഗം വന്നു ചേരും 2025 രോഹിണി നക്ഷത്ര ജാതകരായ അമ്മ നക്ഷത്ര ജാതകർക്ക്. ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ നടത്തി മുന്നോട്ട് പോവുക. തീർച്ചയായും വിജയിക്കാൻ കഴിയും. നേട്ടങ്ങൾ ഒരുപാട് കൊയ്യാൻ സാധിക്കും. ആഗ്രഹങ്ങൾ ഒക്കെ നേടിയെടുക്കാൻ കഴിയും. അടുത്ത നക്ഷത്രം മഖമാണ്. ബഗ്ലാമുഖി അർച്ചന നടത്തുക മകൻ നക്ഷത്ര ജാതകർ. മകൻ നക്ഷത്ര ജാതകരായ അമ്മ നക്ഷത്ര ജാതകർക്ക് മക്കളെ കൊണ്ട് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും. സന്തോഷകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖ നക്ഷത്രത്തിൽ പിറന്ന അമ്മ നക്ഷത്ര ജാതകർക്കും ഒരു വർഷക്കാലം സൗഭാഗ്യ സമ്പന്നതയുടെ ആയിരിക്കും. ഇവരുടെ മക്കളുമാർ നല്ല നിലയിലെത്തിച്ചേരുന്നതായി കാണുവാൻ സാധിക്കും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് വിശാഖ നക്ഷത്ര ജാതകരുടെ മക്കളുമാർ എത്തുന്നതായി കാണുവാൻ സാധിക്കും. മക്കളുമാരെ കൊണ്ട് സന്തോഷം അനുഭവിക്കും. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, മക്കൾക്ക് വേണ്ടി വഴിപാടുകളൊക്കെ നടത്തുക. മാസത്തിൽ ഒരു തവണയെങ്കിലും മക്കളുടെ പേരിൽ ഗണപതി ഹോമം നടത്തുക. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാട നക്ഷത്രത്തിൽ പിറന്ന അമ്മ നക്ഷത്ര ജാതകർക്ക് ഇനി ഒരുപാട് സൗഭാഗ്യമാണ്.
ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി മക്കളുമാരെ കൊണ്ട് സന്തോഷിക്കാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം അവിട്ടമാണ്. അവിട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും വളരെ ഗുണപ്രദമായ സമയമാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറ്റിത്തരാൻ ഇവരുടെ മക്കൾക്ക് കെൽപ്പുണ്ട്. അത് കഴിയും. അമ്മമാർക്ക് ഭാഗ്യമാണ്. അവിട്ട നക്ഷത്ര ജാതകരിൽ പിറന്ന അമ്മമാർക്ക് ഭാഗ്യമാണ്, നേട്ടമാണ്. അടുത്ത നക്ഷത്രം ചതയമാണ്. ചതയം നക്ഷത്രത്തിൽ പിറന്ന അമ്മമാർക്ക് മക്കളെ കൊണ്ട് നല്ല ഉയർച്ച വന്നു ചേരും. മക്കളാൽ ഭാഗ്യം അനുഭവിക്കുവാനുള്ളൊരു യോഗം ഇവർക്ക് വന്നു ചേരും. ജീവിതത്തിലെ കഷ്ടതകളൊക്കെ മാറി ഒരുപാട് രക്ഷപ്പെടുവാൻ, ഒരുപാട് ഭാഗ്യത്തിലെത്തിക്കെത്തുവാൻ, ഒരുപാട് ജീവിത വിജയം നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും. ചതയം ഭാഗ്യമാണ്. ചതയത്തിൽ പിറന്ന അമ്മ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് സൗഭാഗ്യവും ഒരുപാട് നേട്ടവും അതീവ സമ്പൽ സമൃദ്ധിയും വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഈ അമ്മ നക്ഷത്ര ജാതകർക്ക് കഴിയും. മക്കളാൽ ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് അനുഭവിക്കും. ഭൈരവനെ കുരുമുളക് ദീപമൊക്കെ കത്തിച്ച് പ്രാർത്ഥന നടത്തുക. അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൽ പിറന്ന അമ്മ നക്ഷത്ര ജാതകർക്ക് മക്കളെ കൊണ്ട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും. കഴിഞ്ഞു പോയ കാലങ്ങളിൽ ഇവർ ആ മക്കളുമാരെ ഓർത്ത് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ആ ദുഃഖങ്ങളൊക്കെ മാറി, സങ്കടങ്ങളൊക്കെ മാറി ഈ മക്കളുമാർ രക്ഷപ്പെടുന്നത് ഈ അമ്മമാർ കാണും. അങ്ങനെ ഇവർ ഒരുപാട് സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തിച്ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറുന്നതായി കാണുവാൻ സാധിക്കും. അമ്മമാർ ഈ മക്കളെ ഓർത്ത് സന്തോഷിക്കും. ഈ അമ്മമാർക്ക് വേണ്ടി ഈ മക്കളുമാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരും. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും തീർത്തു തരുന്നതായി കാണുവാൻ സാധിക്കും. ഈ മക്കളാൽ ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഇവർക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും. മക്കളുമാർ അടുത്തുകൂടും. ഒരു താങ്ങായും തണലായും അവർ കുതിച്ച പോലെ ഇവർ നിൽക്കും. മക്കളാൽ ഉയർച്ച വന്നു ചേരുന്ന അമ്മമാർ ഇവർ തന്നെയായിരിക്കും. മക്കളാൽ സന്തോഷം അനുഭവിക്കുന്ന അമ്മമാർ ഇവർ തന്നെയായിരിക്കും. അടുത്ത നക്ഷത്രം രേവതിയാണ്. മക്കളാൽ സന്തോഷം അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്ന നക്ഷത്ര ജാതകർ. രേവതി നക്ഷത്ര ജാതകർക്ക് പിറന്ന മക്കളാൽ ഒരുപാട് സന്തോഷം ഇവർ അനുഭവിക്കും. ജീവിതത്തിലെ ക്ലേശകാലങ്ങളൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. ഒരുപാട് ദുരിത ദുഃഖങ്ങളൊക്കെ അനുഭവിച്ച, ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ച ഇവർക്കിനി സമൃദ്ധിയുടെ കാലഘട്ടമാണ്. ഈ അമ്മ നക്ഷത്ര ജാതകർക്ക് ഇനി ഭാഗ്യമാണ്. രേവതി നക്ഷത്ര ജാതകർ ഏത് നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. മക്കളുടെ കീർത്തി ഇവർ അനുഭവിച്ചറിയും. അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് രേവതി നക്ഷത്ര ജാതകർ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അമ്മ നക്ഷത്ര ജാതകർക്കൊക്കെയും അശ്വതിയാണെങ്കിലും രോഹിണിയാണെങ്കിലും മഖമാണെങ്കിലും വിശാഖമാണെങ്കിലും പൂരാടമാണെങ്കിലും അവിട്ടമാണെങ്കിലും ചതയമാണെങ്കിലും ഉത്രട്ടാതിയാണെങ്കിലും രേവതിയാണെങ്കിലും മക്കളാൽ സന്തോഷം അനുഭവിക്കുവാനുള്ള യോഗം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും. ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഉറപ്പായും ഇവർ രക്ഷപ്പെടും. അതിനുള്ള സമയം ആയിരിക്കുന്നു. ക്ഷേത്ര ദർശനം നടത്തുക, മക്കളുമാരുടെ പേരിൽ ഒരു ഗണപതി ഹോമമൊക്കെ നടത്തുക, മറ്റു മതസ്ഥർ അവരവർ വിശ്വസിക്കുന്ന ദേവാലയത്തിലൊക്കെ ദർശനം നടത്തി മക്കളുമാർക്ക് വേണ്ടി പ്രാർത്ഥനയൊക്കെ നടത്തി മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് കുതിക്കുവാൻ, എല്ലാ രീതിയിലും സൗഭാഗ്യം വന്നു ചേരുവാനുള്ള യോഗം വന്നു ചേരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയാണെങ്കിലും അത് കമൻറ്റ് ബോക്സിൽ എഴുതുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റൊരാളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി, നമസ്കാരം.